നമ്മുടെ നല്ലതണ്ണി നസാണി റിസർച്ച് സെന്റർ നടത്തുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകമായി അഭിമന്യ തോമസ് എലിവനാൽ പിതാവിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പിട്ടാപ്പള്ളി അച്ഛനെയും മറ്റെല്ലാവരെയും. നമ്മുടെ നസാണി റിസർച്ച് സെന്റർ നടത്തുന്ന ഈ വെബിനാർ 1996 റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആരാധനക്രമത്തെ സംബന്ധിച്ച രേഖയെക്കുറിച്ചുള്ളതാണ്. അതിന്റെ 4ാമത്തെ സെഷനാണ് ഇന്ന് നടത്തുക. ഇന്നത്തെ നമ്മുടെ വെബിനാർ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പിട്ടാപ്പള്ളി അച്ഛനാണ്. അച്ഛൻ കോതമംഗലം രൂപതക്കാരനാണ്. അച്ഛൻ ആലുവ മംഗലപ്പുഴ സെമിനാരിയില് വൈദിക പരിശീലനം പൂർത്തിയായി. പിന്നീട് റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരാധനക്രമത്തിൽ അച്ഛന് ഡോക്ടറേറ്റ് ബിരുദം നേടി. അച്ഛൻ ഇപ്പോഴ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടില് സെൻട്രൽ ലിറ്ററേച്ചർ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛൻ സീറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷൻ സെക്രട്ടറിയുമായിരുന്നു. ഇന്ന് അച്ഛൻ ഈ വെബിനാറിൽ നമ്മോട് സംസാരിക്കുക ഈ രേഖയിൽ യാമപ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ സീറോ മലബാർ സഭയിലെ യാമപ്രാർത്ഥനകള് നമ്മള് പുനഃപരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പിട്ടാപ്പള്ളി അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വെബിനാർ നയിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റെല്ലാവരെയും പ്രത്യേകമായി തോമസ് എലിവനാൽ പിതാവിനെയും സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ ലിറ്റർജി കമ്മീഷന്റെ ചെയർമാനായ എലിവനാൽ പിതാവെ, ഇന്നത്തെ ഈ സെമിനാർ കോർഡിനേറ്റ് ചെയ്യുന്ന ജെയിംസ് ചവരപ്പുഴയച്ച, സെബാസ്റ്റ്യൻ മുതുപ്ലാക്കരച്ച, ഇതിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എലിവനാൽ പിതാവിന്റെ സാന്നിധ്യം എനിക്കൊരർത്ഥത്തിൽ ധൈര്യം പകരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആരാധനാക്രമ യാമപ്രാർത്ഥനയെ കുറിച്ച് എന്തെങ്കിലും തെറ്റു പറഞ്ഞു പോവോ എന്നുള്ളൊരു ഭയവും എന്നിൽ ജനിപ്പിക്കുന്നുണ്ട്. എലിവനാൽ പിതാവ് വളരെ ഒരു വാത്സല്യത്തോടും കരുതലോടും കൂടിയാണ് പിതാവ് നമ്മോട് കൂടി ആയിരിക്കുന്നത്. പിതാവിന്റെ സാന്നിധ്യത്തിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റന്മാരെയും എല്ലാവരെയും ഈ സെമിനാറിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നല്ലതണ്ണി റിസർച്ച് സെന്റർ ഇവിടെ സീറോ മലബാർ സഭയ്ക്ക് LRC പോലെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി ഈ പ്രകാരം ധാരാളം സെമിനാറുകൾ നടത്തുകയും ആരാധനക്രമപരമായിട്ടുള്ള ഒരു കാറ്റഗിസത്തിൽ വളരെയധികം പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ നല്ലതണ്ണി റിസർച്ച് സെന്റർ. അപ്പൊ അവര് ഇപ്പൊ എടുത്തിരിക്കുന്ന വിഷയം ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്നാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ റോമിൽ ഇത് ചിന്തിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ എല്ലാ NRCയും ഇത് ചിന്തിക്കുകയും ഇതിലെ ഓരോ അധ്യായങ്ങളും ഏറ്റവും വിശദമായിട്ട് പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്നോട് ചവരപ്പുഴയച്ചൻ ചോദിച്ചത് 13ാമത്തെ അധ്യായമാണ്, നമ്മുടെ യാമപ്രാർത്ഥനയെ കുറിച്ചുള്ളതാണല്ലോ. അതില് ഈ 13ാമത്തെ അധ്യായത്തില് 5 ഖണ്ഡികകളാണുള്ളത്. ഈ 5 ഖണ്ഡികകളും യാമപ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഇതിന്റെ ഈ ഇൻസ്ട്രക്ഷന്റെ 25ാം വാർഷികമാണ്. ഇപ്പോ ഈ NRC നടത്തുന്ന പോലെ ഒരു സെമിനാർ വാസ്തവത്തിൽ റോമിലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ നടത്താനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കോവിഡ് പ്രമാണിച്ച് അത് ഒക്ടോബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ സെമിനാറിന് ഒരുക്കമായിട്ട് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ നമ്മുടെ ലിറ്റർജിക്കൽ കമ്മീഷനോട് ഒരു ക്വസ്റ്റ്നെയർ അയച്ചു തന്നിട്ട് അത് പൂരിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൽ അവർ 5ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്, അവര് ഇൻസ്ട്രുമെന്റൽ ലബോറിക്സ് ആയിട്ട് ഉള്ളതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, വിച്ച് പാർട്സ് ഓഫ് ദി ഓഫീസ് ആർ റെഗുലർലി സെലിബ്രേറ്റഡ് ഇൻ ദ പാരിഷ് ആൻഡ് കത്തീഡ്രൽ സിറ്റിംഗ് ഓഫ് യുവർ ചർച്ച് എന്നായിരുന്നു ഒരു ചോദ്യം. ഈ ചോദ്യം തന്നെ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ യാമപ്രാർത്ഥനയ്ക്കുള്ള അതുല്യമായ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുള്ള സ്ഥാനത്തെക്കുറിച്ചുമാണ്. കാരണം യാമപ്രാർത്ഥന ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് പ്രയർ ടു മേക്ക് ഹോളി ദ ഹോൾ പീരീഡ് ഓഫ് ദ ഡേ എന്നുള്ളതാണ് അതിൻ്റെ സൂചന. മാത്രമല്ല നമ്മുടെ ദിവസത്തിന്റെ ഓരോ യാമങ്ങളെയും വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കുവാനും യാമപ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് പറയുക, it completes the divine worship. It completes the Kurbana or the divine worship and extends the divine grace to the important hours of the day. Sacrosanctum Concilium number 83 says, the church unceasingly engaged in praising the Lord, not only by celebrating the Kurbana, but also by the divine office. All these documents point out the importance of the liturgy of hours. And the first number of this document or the instruction of the Oriental churches, number 95 of the chapter 13 of this instruction, speaks about the biblical basis of praying at different hours of the day. It speaks generally about the Christian prayer and the biblical basis of the Christian prayers, especially the Psalm 118 and also 164 speaks about 7 times of prayer in the day. Luke 18 1 says, pray always without becoming weary. And also Hebrew chapter 13 says, let us offer the sacrifice of praise always to God. And also there are different Bible quotations regarding praying at different hours of the day. Acts chapter 2, Acts chapter 10 or 16, 1 Thessalonians chapter 5. All these speak about the need of praying at different hours of the day or praying unceasingly. And there are different early documents regarding praying at in different hours of the day. It's mainly taken, this tradition is taken from the Jewish system or Jewish practice of praying at different hours of the day. And also the Didache, the earliest document on the earliest Christian document, it speaks about praying Lord's Prayer 3 times in a day. So the Didache is the one of the first documents speaking about the different hours of the day. And also the letter of the Clement of Rome written to Corinthians says the need of praying in different hours of the day. And also there are a lot of early testimonies regarding the praying at different hours of the day. Pliny, he wrote to the Emperor Trajan that the Christians are praying in different hours of the day, like before the day night. The Christians are praying before the day, at the morning. And also the Cyprian speaks of different hours of prayer. Then Tertullian says prayer in morning and night is legitimate. So all these early church fathers speak of the tradition of praying in different hours of the day. And also the John Cassian says the monks in Egypt in the early century, they assembles in daily for evening and night prayers. And also the diary of Egeria is also very relevant and very ancient testimony, which speaks about the celebration of praying in different hours, especially in Jerusalem. So the Egeria speaks about the prayer in Jerusalem at different hours of the day. And also all these customs lead to monastic, cathedral and urban system of prayers. What is monastic system, or what is cathedral system, or what is urban monastic system? All these are important to know the development of the liturgy of hours.
they played a very important role to develop the system of our divine praises or the liturgy of hours. The origin of cathedral system is it originated mainly by the prayers recited by bishop together with the people at the cathedral churches in different hours of the day. It caused to develop the cathedral system of divine praises or the liturgy of hours. Actually, the Ramsha and the Sapra are developed as a part of cathedral system, and the other the minor hours and Lelia developed they are developed by the monks, especially the monks who lived in the deserts and forests. They recited psalms, biblical passages in different hours of the day. It caused to develop it in a flourished way. Then the monastic system and the cathedral system is merged, and later the urban and monastic system developed. By the end of the 4th century, urban monastic system developed by combining both the cathedral and monastic systems. The reason is mainly that the monks came to the cities and they began to pray together with the people, and it caused the origin of the urban monastic system. So now let us come to the proper liturgy of hours. The liturgy of hours is seen in the Hudra. In the Hudra is written in Syriac, and the liturgy of hours are contained in the Hudra. Hudra means cycle, and basically Ishayab III edited the Hudra. He edited in the 7th century by combining cathedral and monastic systems. ഈശോയാബ് മൂന്നാമൻ പാത്രീർക്കീസ് ആണ് നമ്മുടെ ഈ ഹുദ്രായെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുകയും അത് എഡിറ്റ് ചെയ്യുകയും ചെയ്ത പാത്രീർക്കീസ്. പിന്നെ ദ പ്രസന്റ് ഹുദ്ര, ഇപ്പോഴത്തെ ഹുദ്ര നമുക്കറിയാം 3 വോളിയമായിട്ട് ഉള്ള ഹുദ്ര. ഇറ്റ് ഈസ് എഡിറ്റഡ് ബൈ പോൾ ബെഡ്ജാൻ 1886 86-87 കാലഘട്ടത്തിലാണ്. റോമില് പ്രൊപ്പഗാന്ത ഫിദയുടെ മേൽനോട്ടത്തിലാണ് ഈ ഇപ്പോഴത്തെ ഹുദ്ര എഡിറ്റ് ചെയ്തത് പോൾ ബെഡ്ജാൻ. ഇത് 3 വോളിയമായിട്ടാണുള്ളത്. ഒന്നാമത്തെ വോളിയത്തിൽ മംഗളവാർത്തക്കാലം മുതൽ നോമ്പുകാലം വരെയും, രണ്ടാമത്തെ വോളിയത്തിലുള്ളത് നോമ്പുകാലം മുതൽ പെന്തക്കുസ്ത വരെയും, മൂന്നാമത്തെ വോളിയത്തിൽ പെന്തക്കുസ്ത മുതൽ പള്ളിക്കുദാശക്കാലം വരെയുമാണ് ഈ ഹുദ്രായിലുള്ളത്. ഈ ഹുദ്രയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ തെള്ളിയിലച്ചൻ ഈ പ്രാർത്ഥനകളെല്ലാം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. തെള്ളിയിലച്ചൻ്റെ ഈ വിവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നമ്മൾ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി പുതിയ റിവൈസ്ഡ് ലിറ്റർജി ഓഫ് അവേഴ്സും തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് മെയിൻലി ദ ഫീച്ചേഴ്സ് ഓഫ് liturgy. Regarding the features of the liturgy of hours, the East Syrian liturgy of hours is very simple, but it is very theologically very rich. It has also a catechetical purpose, and ഓരോ കാലത്തിൻ്റെയും ചൈതന്യം ആ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും എല്ലാം വളരെ സ്പഷ്ടമായിട്ട് ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ ഗാനങ്ങൾക്കെല്ലാം ഈ പൗരസ്ത്യ സുറിയാനി ഈണങ്ങളാണുള്ളത് എന്നുള്ളതും ഇതിൻ്റെ തനിമ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടേത്. പിന്നെ ഇറ്റ് ഈസ് മെയിൻലി ഇറ്റ് ഈസ് എ പബ്ലിക് പ്രയർ ആൻഡ് വർഷിപ്പ് ഓഫ് ദ ചർച്ച്, ദ ലിറ്റർജി ഓഫ് ഹവേഴ്സ്. The Catechism of the Catholic Church, number 1174, says that the faithful are performing the kingly priesthood when they recite the divine praises or the liturgy of hours. Through the different liturgy of hours, the church prepares the faithful with an eschatological hope. The കർത്താവിൻ്റെ
പുനരാഗമനത്തിന് ഈ വിവേകമതികളായ കന്യകമാരെ പോലെ നമ്മളെ ഒരുക്കുന്ന ഒന്നാണ് നമ്മുടെ സഭയുടെ പ്രാർത്ഥനകൾ എന്നുള്ളത്. കമ്മിങ് ടു ദ ഇൻസ്ട്രക്ഷൻ, the main purpose of this instruction is to point out the canon law, how much the canon law can be applied to the liturgical prescriptions ഉള്ളതാണല്ലോ. ഈ canon lawയിൽ എത്രമാത്രം നമ്മുടെ ലിറ്റർജിയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഈ ചാപ്റ്റർ 13 പ്രത്യേകിച്ച് പ്രാർത്ഥനയായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് canon lawയിൽ ഉള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു canon law നമ്പർ 377 ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, നമ്മുടെ പൗരസ്ത്യ കാനൻ നിയമത്തിൽ പറഞ്ഞേക്കുന്ന 377 പറഞ്ഞേക്കുന്നത് പ്രീസ്റ്റ് മസ്റ്റ് റിസൈറ്റ് ദ ലിറ്റർജി ഓഫ് അവേഴ്സ് ആസ് പെർ ദ പർട്ടിക്കുലർ ലോ. അപ്പൊ പ്രീസ്റ്റ് മേ റിസൈറ്റ് എന്നൊന്നും അല്ല, അല്ലെങ്കിൽ പ്രിഫറബിളി റിസൈറ്റ് ഒന്നും അല്ല. പ്രീസ്റ്റ് മസ്റ്റ് റിസൈറ്റ് ദ ലിറ്റർജി ഓഫ് അവേഴ്സ് ആസ് പെർ ദ പർട്ടിക്കുലർ ലോ എന്നാണ് നമ്മുടെ CCOയിൽ നമ്പർ 377 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാനൻ ലോയിൽ മറ്റ് ലോകളിലും നിയമങ്ങളിലും പ്രാർത്ഥനയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. കാനൻ ലോ നമ്പർ 199 പറയുന്നു, ഇറ്റ് ഈസ് ടു ബി റിസൈറ്റഡ് ഇൻ കത്തീഡ്രൽസ്, പാരീഷസ്, ഇൻ ദ ഫോർമേഷൻ സെന്റേഴ്സ് ലൈക്ക് സെമിനാരീസ് എക്സെട്ര എന്നും പറയുന്നുണ്ട് 199. അതുപോലെ കാനൻ ലോയുടെ 289 നമ്പറിൽ പറയുന്നു, കാനൻ യാമപ്രാർത്ഥനയുടെ അർത്ഥം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാനായിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കടമയുണ്ട് എന്നും നമ്മളെ ഈ കാനൻ ലോ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വൈദികരും മിത്രാന്മാരും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഈ യാമപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആദ്യം കാനൻ ലോ 377 പറയുന്നത് പ്രീസ്റ്റ് മസ്റ്റ് റിസൈറ്റ് ദ ലിറ്റർജി ഓഫ് അവേഴ്സ് ആസ് പെർ ദ പർട്ടിക്കുലർ ലോ. പർട്ടിക്കുലർ ലോയിൽ നമ്മുടെ പർട്ടിക്കുലർ ലോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ 47 പറയുന്നുണ്ട്, ദ ക്ലെറിക്സ് ഇൻ മേജർ ഓർഡേഴ്സ് ഷാൽ സെലിബ്രേറ്റ് ദ ഡിവൈൻ പ്രൈസസ് പ്രിഫറബിളി ടുഗദർ. അതായത് ഇറ്റ് ഈസ് ബേസിക്കലി ദ കമ്മ്യൂണിറ്റി, ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി പ്രയർ ആൻഡ് പ്രിഫറബിളി ദ ഓൾ പ്രീസ്റ്റ് ഷുഡ് റിസൈറ്റ് ഇൻ കമ്മ്യൂണിറ്റി ആസ് പെർ ആസ് പോസിബിൾ. സാധ്യമല്ലാത്തടുത്ത് ഇറ്റ് ഷുഡ് ബി റിസൈറ്റഡ് ഇൻ പ്രൈവറ്റ്. ഒരു ഇടവകയിൽ ഒരു അച്ഛനെ ഇരിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ചിലപ്പോൾ ഇടവകയിൽ റംശ പ്രാർത്ഥന ഇല്ലെങ്കിൽ അച്ഛൻ സാധ്യമായതുപോലെ അത് പ്രൈവറ്റ് ആയിട്ടെങ്കിലും ചെല്ലണമെന്നാണ് പർട്ടിക്കുലർ ലോയിൽ അനുശാസിക്കുന്നത്. ഇനി അടുത്ത നൗ ലെറ്റ് us come to the structure of the present, the revised റംശ. അതിൻ്റെ ഘടന നമുക്ക് നോക്കാം. അതായത് ആദ്യം നമ്മുടെ പഴയ പുസ്തകമായിട്ട് കുറേ അധികം ബന്ധമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡെവലപ്ഡ് ഫോമായിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ യാമപ്രാർത്ഥനാ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ റംശയുടെ ഘടന അനുസരിച്ച് ആദ്യം സമാധാനാശംസ, അതിനുശേഷം അത്യുന്നതങ്ങളിൽ സ്വർഗസ്ഥനായ സങ്കീർത്തനം, പിന്നെ ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ധൂപാർപ്പണം ഉണ്ട്, അത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ. പിന്നെ ഈ സമയത്ത് മധുബഹാവിരി മാറ്റുന്നു, വിളക്ക് തെളിക്കുന്നു, ധൂപിക്കുന്നു. ഇതാണ് അതിൻ്റെ ആദ്യത്തെ പാട്ടിലുള്ളത്. പിന്നെ അതേസമയം സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ദ സാങ്ച്വറി വെയിൽ, ലൈറ്റിംഗ് ഓഫ് ദ കാൻഡിൽസ് ആർ ഡ്യൂറിങ് ദ ലാഘുമാറ. അതേസമയം തിരുനാളുകളിലും ഞായറാഴ്ചകളിലും ഇത് ധൂപാർപ്പണ ഗീതത്തിൻ്റെ സമയത്ത് നടത്തുന്നു. അതാണ് ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ഓൺ ദ ഫീസ്റ്റ് ആൻഡ് സൺഡേസ് ഓനിസ ദക്തം ഈസ് ഫ്രം ദ പ്രോപ്രിയ ആൻഡ് ഓൺ ദ ഓർഡിനറി ഡേയ്സ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ 2 week സിസ്റ്റം. അതൊരു പ്രത്യേകതയാണ് പുതിയ റിവൈസ്ഡ് ലിറ്റർജി ഓഫ് അവേഴ്സിൻ്റെതായിട്ട് വരുമ്പോൾ. നമുക്ക് ഒരു ദ്വൈവാരക്രമം എന്നും പറഞ്ഞ് സാധാരണ ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ദ്വൈവാരക്രമമാണ് സാധാരണ ദിവസങ്ങളിൽ നമ്മുടെ ഇപ്പോൾ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ ആഴ്ചയിൽ 1, 3, 5, 7 ആഴ്ചകളിൽ ഒന്നാം ഗണം ദക്തം ആണ് ചെല്ലുന്നതെങ്കിൽ 2, 4, 6 ആഴ്ചകളിൽ 8 ആഴ്ചകളിലാണെങ്കിൽ രണ്ടാമത്തെ ഗണം ഒനിസ ദക്തം. ഈ രീതിയിൽ ഇതിനാണ് ദ്വൈവാരക്രമം എന്ന് പറയുന്നത്. അതേസമയം
തിരുനാളുകളിലും ഞായറാഴ്ചകളിലും ആകട്ടെ ഈ ദ്വൈവാരക്രമത്തെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത്, മറിച്ച് ഇത് പ്രത്യേകം ഒനീസ ദക്തം അതുപോലെ തന്നെ ഒനിസാദ് വാസറും പ്രത്യേകമായിട്ട് ഞായറാഴ്ചകളിലും തിരുനാളുകളിലും പ്രോപ്പർ പാർട്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അതായത് 365 ദിവസങ്ങൾക്കും അല്ല, ഈ ഒരു ആണ്ടുവട്ടത്തിലെ തിരുനാളുകൾക്കും ഞായറാഴ്ചകൾക്കും പ്രത്യേകം ഒനീസ ദക്തം വാസർ ഈ പ്രോപ്രിയ പാർട്ടി കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇടദിവസങ്ങളിലാകട്ടെ ദക്തം വാസർ ഈ ദ്വൈവാരക്രമം എന്നുള്ള രീതിയിലാണ് 2 വീക്ക് സിസ്റ്റത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒനീസ ദക്തം, അതിനുശേഷം ഈ നമ്മുടെ റംഷയുടെ കേന്ദ്രഭാഗം അല്ലെങ്കിൽ ഏറ്റവും മർമ്മം എന്ന് പറയുന്ന ഒന്നാണ് സങ്കീർത്തനം 140. അത് ചെല്ലുന്നു, 140-ാം സങ്കീർത്തനം. അതിനുശേഷം ഒനിസാദ് വാസർ, അപ്പോൾ ദക്തം വാസർ എന്നുള്ള രീതിയിൽ വരും. അതിൻ്റെ ഇടയ്ക്ക് സങ്കീർത്തനം 140. അപ്പോൾ ഈ ഒനിസാദ് വാസറും ക്രമീകരിച്ചിരിക്കുന്നത് ദക്തം പോലെ ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ സിസ്റ്റത്തിൽ തന്നെയാണ്. അതിനുശേഷം ത്രിസാഗിയോൻ, പിന്നെ സുവിശേഷം, കാറസൂസ, കൈവപ്പ് ശുശ്രൂഷ, ഇമ്പോസിഷൻ ഓഫ് ഹാൻസ്, ഇതൊക്കെയാണ് തുടർന്ന് വരുന്നത്. അതൊക്കെ ഇപ്പം നമ്മൾ നിലവിലുള്ളതുപോലെ തന്നെയാണ്. ഇതിനകത്ത് ആകെ ഒരു വ്യത്യാസം പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ദ്വൈവാരക്രമമാണ് ഇടദിവസങ്ങളിൽ വരുന്ന ഒരു വലിയ വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ പ്രോപ്രിയ പോലെ ദക്തം വാസർ തിരുനാളുകളിലും ഞായറാഴ്ചകളിലും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കാറസൂസകൾ ഇപ്പോഴത്തെ പോലെ തന്നെ 3 സെറ്റ് കാറസൂസകളാണ് പുതിയ ക്രമത്തിലും അതുപോലെ തന്നെ ചേർത്ത്. ഇനി അടുത്തത് പിന്നെ മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളതാണ്, തിരുനാളുകളിലും ഉള്ളതാണ്. അതായത് പ്രൊസഷൻ ഓഫ് ദ ക്രോസ് ടു ദ ഓൾട്ടർ ഫ്രം ബേമ. അതായത് ഈ ഒനിസാദ് വാസലിക്കയുടെ സമയത്താണല്ലോ ഇത്. ദ സെലിബ്രന്റ് പ്ലേസസ് ഇറ്റ് ഓൺ ദ ഓൾട്ടർ ആൻഡ് ഇൻസെൻസസ് ഇറ്റ് ഡ്യൂറിങ് ദിസ് ടൈം ഒനിസാദ് വാസലിക്ക ഓർ ഒനിസാദ് റംഷ ഈ സങ്. നമ്മളിപ്പോൾ ഒനിസാദ് വാസലിക്ക എന്നല്ല, ഒനിസാദ് റംഷ എന്നുള്ള പേരാണ് നിലനിർത്തിയിരിക്കുന്നത്. അതായത് ഒനിസാദ് സപ്ര, ഒനിസാദ് റംഷ, ഒനിസാദ് ലലിയ. അതായത് പണ്ടത്തെ പുസ്തകത്തിലാണ് ഒനിസാദ് വസലിക്ക എന്നായിരുന്നു ഞായറാഴ്ചകളിലും തിരുനാളിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പുതിയ ക്രമത്തിൽ ഒനിസാദ് റംഷ എന്ന എല്ലാ ഈ ഒനിസാദ് വസലിക്കയ്ക്ക് പകരം ഒനിസാദ് റംഷ എന്നാണ് ചേർത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഒനിസാദ് വസലിക്ക അല്ലെങ്കിൽ ഒനിസാദ് റംഷ എന്നുള്ളത് നമുക്ക് താഴെ കാണാവുന്നതുമാണ്. ഇനി പിന്നെയുള്ളത് ഷൂറായ ആസ്വാസ ഈസ് ഗിവൺ ഇൻ കോമൺ ഫോർ ദ ഓർഡിനറി ഡേയ്സ് ആൻഡ് ഓൾസോ ഇൻ ദ പ്രോപ്രിയ പാർട്ട് ഫോർ ദ ഫീസ്റ്റ് ആൻഡ് സൺഡേസ്. ഇതും ഷൂറായയും ആസ്വാസയും തിരുനാളുകൾക്കും ഞായറാഴ്ചകൾക്കും പ്രത്യേകമായിട്ട് പ്രോപ്രിയയിൽ ചേർത്തിരിക്കുന്നു. മറ്റേത് ഈ ദ്വൈവാരക്രമം പോലെയാണ് ഈ ഇടദിവസങ്ങളിൽ ചേർത്തിരിക്കുക. പിന്നെ റംഷ കൺക്ലൂഡ്സ് വിത്ത് ഫൈനൽ പ്രയേഴ്സ് ആൻഡ് ഹുത്താമ എലോങ് വിത്ത് കൈ കസ്തൂരി. ഇത്രയാണ് റംഷയുടെ ഒരു ഘടന പറയുമ്പോൾ ഉള്ളത്. ഇനി തുടർന്ന് നമുക്ക് ഈ ഓരോ കാലത്തെയും റംഷ ഒന്ന് അതിൻ്റെ ഘടന പ്രത്യേകം ഒന്ന്, നമുക്ക് പരിമിതമായ സമയമുള്ളൂ, ഇനി ഈ 20 മിനിറ്റേ ഉള്ളൂ. ആ സമയം കൊണ്ട് റംഷായും ഈ ഘടനയും കൂടെ ഓരോ കാലത്തിൻ്റെയും ഒന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് ലലിയയിലേക്ക് വരാം. ഇപ്പോൾ മംഗളവാർത്തക്കാലം പിറവിക്കാലത്തെ റംഷയെ കുറിച്ച് പറയുമ്പോൾ മംഗളവാർത്തക്കാലത്തിൽ പ്രധാനമായിട്ടും ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പ്രവചനങ്ങളുടെ പൂർത്തീകരണം, മനുഷ്യാവതാരത്തിന്റെ ഫലങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മംഗളവാർത്ത പിറവിക്കാലത്ത് വിചിന്തനം ചെയ്യുന്നത്. ദക്തം ആൻഡ് വാസർ ഓഫ് ക്രിസ്മസ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ബർത്ത് ഓഫ് ജീസസ്. അതായത് ക്രിസ്മസിന്റെ അന്നേ ദിവസത്തെ ദക്തവും വാസറും പ്രത്യേകം പ്രോപ്രിയ ആയിട്ടുണ്ട്. അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ബർത്ത് ഓഫ് ജീസസ്. അതാണ് അതിൻ്റെ ഉള്ളടക്കം. അതേസമയം വാസലിക്കയിൽ ഇറ്റ് കൊമറേറ്റ്സ് ദ ബർത്ത് ഓഫ് ജീസസ്. പിന്നെ പൂജരാജ ഈ വിസിറ്റ് ഓഫ് ദ ഹോളി മജൈ, ഇതും ഈ ഒനിസാദ് വാസലിക്കായുടെ ഉള്ളടക്കമായിട്ട് വരുന്നു. പിന്നെ
ഈ മംഗളവാർത്ത കാലത്തിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രത്യേകത, മാതാവിനെ ദ മദർ ഓഫ് ഗോഡ്, രണ്ടാമത്തെ ഹൗവ, ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ മംഗളവാർത്ത കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലെ റംഷായില് അതിലെ ഒനിസാദ് വാസലിക്കയിൽ അല്ലെങ്കിൽ ഒനിസാദ് റംഷായില് എക്സ്പ്ലെയിൻസ് ഹൗ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഈസ് യുണൈറ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, അതാണ് പറയുന്നത്. ഇനി അടുത്തത് പിന്നെ ദൈവമാതൃത്വ തിരുനാള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. പിന്നെ ദനഹായിൽ വരുന്നത് ബാപ്റ്റിസം ഓഫ് ജീസസ് അറ്റ് ജോർഡാൻ, പിന്നെ പരിസ്ത്രീത്വത്തിന്റെ വെളിപാട്. ദനഹായുടെ റംഷയെ കുറിച്ച് പറയുമ്പോൾ മർമീസയാണ് അന്നത്തെ റംഷായിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻസെൻസിങ്, ലാഹുമാറ, ദക്തം വാസർ, ഇതെല്ലാം ദനഹായുടെ അന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ദക്തം വാസറുണ്ട്. അതേസമയം എല്ലാ ഞായറാഴ്ചകളിലും പ്രോപ്പറായിട്ടുള്ള ദക്തം വാസർ ഇല്ല സുറിയാനിയില്. അതുകൊണ്ട് ഇതിനെല്ലാം ഞായറാഴ്ചകളിലെല്ലാം കാണുന്നത് ഒനിസാദ് റംഷ മാത്രമാണ് പ്രോപ്രിയായി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ടെസ്റ്റിൽ എടുത്തേക്കുന്ന ഞായറാഴ്ചകളുടെ ദക്തം വാസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യാമപ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ദക്തം വാസർ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ദനഹായുടെ ഒനിസാദ് റംഷായില് എക്സ്പ്ലിക്കേറ്റ്സ് ദ റെവലേഷൻ ഓഫ് ദ ട്രിനിറ്റി അറ്റ് ബാപ്റ്റിസം ഓഫ് ജീസസ്. പിന്നെ ദനഹായുടെ വെള്ളിയാഴ്ചകൾ പ്രത്യേകം ഉണ്ട്. അത് ഒരു കൊമമറേഷൻസ് ആയിട്ട് പ്രത്യേകം യാമപ്രാർത്ഥനകളിലും ആ പ്രത്യേകത കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകം പ്രോപ്രിയായും എല്ലാം ഉണ്ട്. ഇറ്റ് കൊമമറേറ്റ്സ് ദ മാർട്ടേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്. പിന്നെ ദനഹായുടെ അവസാനത്തെ വെള്ളി നമുക്കറിയാവുന്ന പോലെ മരിച്ചവരുടെ തിരുനാള് ഓർക്കുന്ന ദിവസം കൂടിയാണല്ലോ. ഇനി അടുത്തത് നോമ്പുകാലത്തെ 7 ഞായറാഴ്ചകളും 7 ആഴ്ചകളും they are reserved for prayer and fasting. It has goals to identify with the salvific mysteries of Jesus. പിന്നെ ഫസ്റ്റ് സൺഡേ ഓഫ് ലെൻഡ്, അത് ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് വോളി ഓഫ് ദ ഹുദ്ര. അതിലെ പേജ് 53 തുടങ്ങി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലെൻഡിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് ബാപ്റ്റിസം ഓഫ് ജീസസ് ആൻഡ് റെവലേഷൻ ഓഫ് ട്രിനിറ്റി. അതാണ് ഈ പ്രധാനമായിട്ടും അതിനകത്ത് ലെൻഡിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. കാരണം ഈ ഒന്നാമത്തെ ഞായർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ഓൾസോ ടു ദനഹ. ഇപ്പൊ ദനഹായും ഈ നോമ്പുകാലവും കൂടെ ബന്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ ഈ ദക്തത്തില്, ഒനിസാ ദക്തത്തില് ഈ പ്രകാരം ഈശോയുടെ മാമോസായെ കുറിച്ചും പരിസ്ത്രീത്വത്തിന്റെ വെളിപാടിനെ കുറിച്ചും പറയുന്നത്. അതേസമയം ഒനിസാദ് വാസറിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് നോമ്പുകാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയിലെ ഒനിസാദ് വാസറിൽ പ്രധാനമായിട്ട് ഈശോയുടെ ഉപവാസത്തെക്കുറിച്ചും അതിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ചുമാണ് ഒനിസാദ് വാസർ പ്രതിപാദിക്കുന്നത്. ഈ ഒന്നാമത്തെ നോമ്പുകാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയിലെ ഒനിസാദ് റംഷായ് is taken from the first Sunday of the dedication of the church. അതായത് നോമ്പുകാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയില് ഒനിസാദ് റംഷ ഇല്ല എന്നാണ്, അതിൻ്റെ ഒറിജിനൽ ടെസ്റ്റിൽ ഇല്ല എന്നാണ് നമ്മുടെ 9ാം നൂറ്റാണ്ടിലെ അനോണിമസ് സഹോദരർ പറയുന്നത്, ജോർജ് ഓഫ് അർബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനോണിമസ് സഹോദരർ പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സിൽവസ്റ്റർ പുടിച്ചേരിയച്ചന്റെ റംഷ എന്ന പുസ്തകത്തിൽ വായിച്ചു. അതിനകത്ത് ഈ അർബേൽ അതിനകത്തൊരു കാരണം പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലെൻഡിന്റെ ദിവസങ്ങളിലെല്ലാം ആഘോഷമൊക്കെയാണ്. ആഘോഷവും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ഫീസ്റ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് അന്നേ അതായത് പേത്രത്തായുടെ ആ ഞായറാഴ്ച there is no ഒനിസാദ് റംഷ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഹുദ്രായില് ഈ ഒനിസാദ് റംഷ ചേർത്തിട്ടുണ്ട്, അത് പിന്നീട് ചേർത്തതാണ് എന്നുള്ള രീതിയിലാണ് ഈ പുതുച്ചേരിയച്ചൻ അദ്ദേഹത്തിന്റെ റംഷ എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്. പ്രസന്റ് ടെസ്റ്റിൽ ഇപ്പോൾ സിറിയക് ടെസ്റ്റിലും ഉണ്ട്, പക്ഷെ അത് ആദ്യത്തെ ടെസ്റ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നോമ്പുകാലമായിട്ട് ബന്ധിപ്പിച്ച് there is ഹോളി കുർബാന in all the days of the first week, fourth week, Monday to Wednesday of the Holy Week.
അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ ഇപ്പൊ ഒന്നാമത്തെ ആഴ്ചയിൽ 4-ാമത്തെ ആഴ്ചയിലും പിന്നെ ഹോളി വീക്കിലും 4 വായനകൾ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 4 വായനകളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ ദിവസങ്ങളിലെല്ലാം ഹോളി കുർബാന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാരമ്പര്യം. ഹോളി കുർബാന എന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങളിലെ ഹോളി കുർബാന പ്രീ സാങ്ക്ടിഫൈഡ് കുർബാന എന്നുള്ള രീതിയിലാണ്, മുൻകൂർ കുദാശ ചെയ്ത കുർബാന എന്നുള്ള രീതിയിലാണ് ഈ നോമ്പുകാലത്തെ പാരമ്പര്യമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് അനാഫുറപ്പാട്ട് ഒഴിവാക്കി കുർബാന ചെല്ലുന്ന രീതി, അതാണല്ലോ പ്രീ സാങ്ക്ടിഫൈഡ് മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഫ്രം ദ സെക്കൻഡ് സൺഡേ onwards there is Onisad Vema and Teshbogata together with the Ramsha, for it presupposes Holy Communion. അതായത് ഹോളി കമ്മ്യൂണിയൻ മുൻകൂട്ടി കാണുന്നുകൊണ്ട് ഈ റംഷയോട് അനുബന്ധിച്ച് ഒനിസാദ് വേമയും ദശഭോഗത്തെയും ശ്രീ ചേർത്തിട്ടുണ്ട്. The Onisad Ramsha of the second Sunday narrates birth, baptism, fasting and death of Jesus. Onisad Ramsha of third and fifth Sunday point out the mercy of God and the value of repentance. Onisad Ramsha of the fourth Sunday explains how Jesus silenced the Pharisees and priests. ഇതൊക്കെയാണ് നോമ്പുകാലത്തെ റംഷായിൽ കാണുന്ന പ്രത്യേകതകൾ. പിന്നെ റംഷ ഓഫ് ദ ഓർഡിനറി ഡേയ്സ് ഇൻ ലെൻഡ്, ഇറ്റ് ഈസ് ഓൺ ദ വീക്സ് ഓഫ് 1st, 2nd, 3rd, 5th, 6th. അതാണ് ഓർഡിനറി ഡേയ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ തീംസ് ഓഫ് ദ റംഷ ഓഫ് ദീസ് വീക്സ് ആർ ഫാസ്റ്റിംഗ് ആൻഡ് റിപ്പൻറ്റൻസ്. പിന്നെ റംഷ ഓഫ് പാം സൺഡേ, ഇതിൻ്റെയും ഇത് വാസലിക്ക ഈസ് ടേക്കൺ ഫ്രം ദ ഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച്. The first stanza of Vasilike describes the entrance of Jesus in Jerusalem. ഇനി അടുത്ത സീസൺ ഓഫ് resurrection. Joy of resurrection is described in the Vasilike on the feast of resurrection. ഉത്ഥാനത്തെ കുറിച്ചാണ് ഒനിസാദ് വാസലിക്ക അഥവാ ഒനിസാദ് റംഷയിൽ നമ്മൾ കാണുന്നത്. From the season of resurrection till the dedication of the church, the anaphora Vadai and Mari is used. The feast of All Saints is celebrated on the first Friday of resurrection, and the feast of Maradai is on the fifth Sunday of resurrection. അത് നമുക്ക് പഞ്ചാംഗത്തിലെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് സീസൺ ഓഫ് സ്ലീഹ ആൻഡ് കൈത്ത. The descending of the Holy Spirit and the proclamation of the gospel in Jerusalem and the whole world are the central themes of the season of Sliha. ഇത് തന്നെയാണ് യാമപ്രാർത്ഥനയിലും നമ്മൾ കാണുന്നതും. Lent of Apostles, which comes after the Pentecost, is in all churches, about which is an Athanasius of Alexandria, Egeria and Apostolic Constitution mentioned. അതായത് സ്ലീഹന്മാരുടെ നോമ്പ് എന്നുള്ള അതിനെക്കുറിച്ചും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അത്തനേഷ്യസും എജേറിയ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ പരാമർശിക്കുന്നതുകൊണ്ട് അലക്സാൻഡ്രിയയിലും ജെറുസലേമിലും റോമിലും എല്ലാം ഇപ്രകാരം സ്ലീഹന്മാരുടെ നോമ്പുണ്ടായിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് ഒരാഴ്ചയാണ് സ്ലീഹന്മാരുടെ നോമ്പ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത് ഫീസ്റ്റ് ഓഫ് പെന്റക്കോസ്റ്റ്, ഡേ ഓഫ് കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺ ദി അപ്പോസ്റ്റൽസ് ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ദി ചർച്ച് ഇൻ ജെറുസലേം. ദക്തം ആൻഡ് വാസർ എക്സ്പ്ലെയിൻസ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൺ ദി അപ്പോസ്റ്റൽസ്. അപ്പോൾ ഒനിസാ ദക്തവും ഒനിസാദ് വാസറും ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൺ ദ അപ്പോസ്റ്റൽസ്. ഒനിസാദ് വാസലിക്കെ on the feast of the Pentecost shows how the apostles are empowered and confirmed by the different gifts of the Holy Spirit. അതാണ് പെന്തക്കോസ്തായുടെ റംഷായിൽ നമ്മൾ കാണുന്ന പ്രധാന കാര്യം എന്നുള്ളത്. ഇനി അടുത്ത് കൈത്താക്കാലം. ദ ഫസ്റ്റ് സൺഡേ ഈസ് നോൺ ആസ് നുസർദേൽ. എന്താണ് അങ്ങനെ പേര് വിളിക്കാൻ കാരണം എന്നുള്ളതിന് കൃത്യം ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കണ്ടില്ല. എങ്കിലും ജി ഹോഫ്മാൻ അദ്ദേഹം പറയുന്നത് നുസർദേൽ ഈസ് ദ ഫസ്റ്റ് സൺഡേ ഓഫ് ദ പേർഷ്യൻ കലണ്ടർ. അപ്പോൾ പുതിയ വർഷത്തിലെ പുതു ഞായർ എന്നുള്ള രീതിയിലാണ് ആയിരിക്കാം ഈ നുസർദേൽ എന്നും കൈത്താക്കാലത്തെ ആദ്യ ഞായർ അറിയപ്പെടുന്നത്. അതായത് രക്ഷാകരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഞായർ, പുതു സഭയിൽ നിന്നും പുതിയ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ ഈ നുസർദേൽ എന്ന് കൈത്താക്കാലത്തെ ഫസ്റ്റ് സൺഡേ അറിയപ്പെടുന്നു എന്നാണ് ജി ഹോഫ്മാൻ പറയുന്നത്. ഇനി അടുത്ത ദക്തം ആൻഡ് വാസർ ഓഫ് ദ ഫസ്റ്റ് സൺഡേ ഇറ്റ് എക്സ്പ്ലിക്കേറ്റ്സ് ദ അപ്പോസ്റ്റൽസ് ആർ ദ ലാംപ്സ് വിച്ച് സ്പ്രെഡ് ദ ലൈറ്റ് ടു ദ വേൾഡ്. ലോകത്തിൻ്റെ
പ്രകാശം എന്നുള്ള രീതിയിൽ സ്ലീഹന്മാർ വർത്തിക്കുന്നതിനെ കുറിച്ചാണ് ദക്തം വാസരും പ്രതിപാദിക്കുന്നത്. ഇനി അടുത്തത് വസലിക്ക് അതായത് കൈത്താലത്തെ 1-ാം ഞായറിലെ വസലിക്ക് സ്പീക്സ് അബൌട്ട് ദ പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ ദ ഹോൾ വേൾഡ് ഇൻ ദ നെയിം ഓഫ് ദ ഹോളി ട്രിനിറ്റി, അതാണ് പറയുന്നത്. പിന്നെ ഏലിയ സ്ലീവ, സീസൺ ഓഫ് ഏലിയ ഈസ് കണക്റ്റഡ് വിത്ത് സ്ലീവ, സീസൺ ഓഫ് മോസസ് ഓൾസോ കണക്റ്റഡ് വിത്ത് സ്ലീവ. The center is Sleva, and Elia and Moses are on the both sides of Sleva or the risen Christ. അതാണ് സൂചിപ്പിക്കുക. The first Sunday of Elia is called the fast of Elia, of which the anonymous author mentions, anonymous author of the 9th century. The feast of Sleva is on the September 14th, and the Daktam and Vasar of the feast of Sleva speak about the victory of cross of the death. Onisadu Vasilike proclaim the glory of Sleva. Onisadu Vasilike of the feast of Sleva speaks about the glory of the cross. Near the season of Moses, the Vasilike of the first and the second Sundays of the season of Moses are penitential in nature. The Vasilike of the third Sunday narrates the power of the cross over the attacks of the Satan. അതാണ് 3-ാമത്തെ സൺഡേയിലെ ഉള്ളടക്കം, റംഷയുടെ ഉള്ളടക്കം മോശക്കാലത്ത്. പിന്നെ പള്ളിക്കുദാശക്കാലം, ഈശോയാവ് തേർഡ് അറേഞ്ച്ഡ് ദ ഡെഡിക്കേഷൻ ഓഫ് the last 4 weeks of the liturgical year. It is based on the 4 dedications of the temples in the Old Testament. Temple of അത് പുറപ്പാട് 40, ജോഷുവ 18, 2 ക്രോണിക്കിള് 6, എസ്രാ 3 ഇതിനെ അടിസ്ഥാനമാക്കിയാണ് പള്ളിക്കാശക്കാലം നിലകൊള്ളുന്നത്. ഇതൊക്കെയാണ് ഈ ഓരോ കാലമായിട്ട് ബന്ധിപ്പിച്ച്. ഇനി അടുത്തത് സം ഇമ്പോർട്ടൻ്റ് എലമെന്റ്സ് ഇൻ റംഷ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു ഈ ദീപം തെളിക്കൽ എന്ന കർമ്മത്തെ കുറിച്ച്. ഈ അനോണിമസ് ഓതർ ഓഫ് ദ 9th century ഇറ്റ് സ്പീക്ക് അബൌട്ട് ദി ലൂച്ചർനാരിയം എന്നാണ് പറയുന്നത്. ഇൻസെൻസ് ലൂച്ചർനാരിയം, ദേ ആർ ഇമ്പോർട്ടൻ്റ് എലിമെന്റ്സ് ഓഫ് റംഷ. ഇൻസെൻസ് എന്ന് അനോണിമസ് ഓതർ ഓഫ് ദ 9th century ഈ അതായത് അർബൈനിലെ ജോർജ് പറയുന്നുണ്ട്. ഇറ്റ് സിഗ്നിഫൈസ് that Jesus is the light which arises in the darkness. Azaria witnesses of lightening the lamp in Jerusalem in connection with the Ramsha or the evening prayer. അപ്പോൾ ഈ ദീപം തെളിക്കൽ എന്നുള്ള ശുശ്രൂഷയെ കുറിച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ യാമപ്രാർത്ഥനയിലും ദീപം തെളിക്കലിനെ കുറിച്ച് ചേർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റ് കിടക്കുന്ന സാധാരണ ദിവസങ്ങളിൽ, അതായത് ലാഹുമാറയുടെ എനിക്ക് മുമ്പുള്ള റൂബ്രിക്സിലാണ് പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ ലാഹുമാറായ്ക്കുള്ള ശ്ലോസ കഴിയുന്ന ഈ വേളയിലാണ് മധുബഹായുടെ വിരി തുറക്കുകയും ദീപം തെളിക്കുകയും ചെയ്യുന്നത് എന്നാണ് ചേർത്തിരിക്കുന്നത്. ധൂപാർപ്പണം നടത്തുന്നത് ഉചിതമാണ്. ഇത്രയും പുതിയ ടെസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ലൂച്ചർനാരിയം എന്നുള്ള ഒരു ശുശ്രൂഷ. ഇനി അടുത്തത് എന്നുള്ളതാണ്. ഇനി 5 മിനിറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഞാൻ പരമാവധി ഇപ്പോൾ തീർക്കാം. പിന്നെ ഒനിസ റംഷ, അതായത് റോയൽ ആന്തം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇറ്റ് ഈസ് സങ് ഡ്യൂറിങ് ദ എൻട്രൻസ് പ്രൊസഷൻ ഓഫ് ദ ബൈസന്റൈൻ കിങ് ഫോർ ദ ഈവനിങ്. അതാണ് നമ്മളിപ്പോൾ ഒനിസാദ് വാസലിക്കെ രാജഗീതം, അതാണ് ഇപ്പൊ നമ്മൾ ഒനിസ റംഷ എന്ന് പറയുന്നത്. ഇനി അടുത്ത് മറ്റൊരു എലമെന്റ് ആണ് സുയാക്കെ. അതിപ്പോ പുതിയ ടെസ്റ്റിൽ നമുക്ക് കാണാൻ ആയിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സാംസ് വിച്ച് ഈസ് റെസൈറ്റഡ് ഇൻ connection with the procession of Ramsha on the feast of our Lord and on the feast days. After it comes Shuraya and the procession. So Suyake is the connecting link between Ramsha and Shubha. അതായത് റംഷ കഴിഞ്ഞ് ശുഭായുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സുയാക്ക്. ഇനി അടുത്ത് ലലിയായുടെ ബൈബിൾ പശ്ചാത്തലം സങ്കീർത്തനം 118, അതായത് രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കുന്നതിനെ കുറിച്ചും, അതുപോലെ മത്തായിയുടെ സുവിശേഷം 24, മത്തായി 25, ഇത് 5-10 കന്യകമാരുടെ ഉപമ, ഇതെല്ലാം ലലിയായുടെ ബൈബിൾ പശ്ചാത്തലമായിട്ട് നിൽക്കുന്നു. ലലിയുടെയും ഘടനയിൽ വലിയ വ്യത്യാസമില്ല, ഇപ്പോഴത്തെ ഉള്ള ടെസ്റ്റ് തന്നെയാണ്. ഇറ്റ് ബിഗിൻസ് ഐ കസ്തൂരി, ഗ്ലോറി ടു ഗോഡ് അവർ ഫാദർ, സാംസ്
Onisad Lelia in the Propria has two parts, variable and invariable. നമ്മൾ ഇൻവേരിയബിൾ കരുണാനിധിയ എന്നുള്ളത്, വേരിയബിൾ എന്ന് പറയുന്നത് പ്രോപ്രിയായി കിടക്കുന്ന ഭാഗം. ഇനി അടുത്തത് ഒനിസാദ് ലെലിയ എന്നുള്ള പേരാണ്. ഒനിസാദ് മൗത്തുബ എന്ന് പഴയതിൽ കാണെങ്കിലും ഇപ്പം നമ്മൾ ഹുദ്രായിലും കാണുന്ന ഒനിസാദ് മൗത്തുബ എന്നാണ്. എങ്കിലും ഈ പേരുകളെല്ലാം ഒരേ രീതിയിലാക്കാനായിട്ടാണ് ഒനിസാദ് ലെലിയ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ശുഭ, അതായത് സ്മോൾ പോർഷൻ ഓഫ് സാംസ്, തെസ്ബോത്ത, ശുബാഹ, തെസ്ബോത്ത, ഇതൊക്കെയാണ്. കാറസുസ. പിന്നെ ഓർഡിനറി ഡേയ്സ് ദേ ആർ ഗിവൺ ഇൻ ദ കോമൺ പാർട്ട് എപ്പിസൽ, ഇതൊക്കെയാണ് ലെലിയായിൽ വരുന്നത്. പിന്നെ സപ്ര, ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു, സപ്രായും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സപ്ര 2 രീതിയിലുണ്ട്. തിരുനാളുകൾക്കും സാധാരണ ദിവസങ്ങൾക്കും തമ്മിലുള്ള സപ്രായിൽ വ്യത്യാസങ്ങളുണ്ട്. അതായത് എക്സോട്ടേഷൻ ഓഫ് ദ ഡീക്കൺ, ശ്ലോസ, സങ്കീർത്തനം 91, 104, 93, 150, 116. Onisa Sapra is given in the proper part or propria. Then comes the hymns of the Pilari Prevail Kartave, hymns of Mar Ephraim, Mar Nasai are given. Then Barak Hologon in 2 choirs. Following Slosa and Teshbota are given. Then with the concluding prayers and Huttama, Sapra of Sundays and feast days end. Different Huttamas are given for Sundays and feasts. Kaikasturi is given at the end. ഇനി അടുത്ത സ്ട്രക്ചർ ഓഫ് ദ ഓർഡിനറി ഡേയ്സ് ഓഫ് സപ്ര, അതും അതായത് എക്സോട്ടേഷൻ ഓഫ് ദ, നമുക്ക് പ്രാർത്ഥിക്കാം. ശ്ലോസ, സങ്കീർത്തനം 100, സങ്കീർത്തനം 91, സങ്കീർത്തനം 104, 116. പിന്നെ ലാഹുമാറ, ത്രിസാഗിയോൻ, then comes സങ്കീർത്തനം 51, പിന്നെ തെസ്ബോഹത്ത. ഓനിസ സപ്ര is given in the proper part. Then comes the hymns of the Pilari Prevail Kartave with the concluding prayers and Huttama. The Sapra of Sundays and feast days, Kaikasturi is Sapra of ordinary days and Kaikasturi is given at the end of the. ഇത്രയാണ്. സമയം 7:45, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ജസ്റ്റിൻ മാത്യുവിന് ചോദിക്കാവുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടേ. ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ കത്തീഡ്രൽ എന്നുള്ള ഇത് പറഞ്ഞത്, ഈ കത്തീഡ്രൽ ക്രമം, അത് ദേറാക്രമം അങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ വെച്ചാൽ? കത്തീഡ്രൽ ക്രമം എന്ന് പറഞ്ഞാല് അതായത് മെത്രാന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രധാന ദേവാലയത്തിൽ, അതായത് കത്തീഡ്രൽ ദേവാലയത്തിൽ നടത്തുന്ന പ്രാർത്ഥനയായിരുന്നു. അതായത് സായാഹ്നത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് പിന്നീട് കത്തീഡ്രൽ ക്രമം എന്ന പേരിലേക്ക് വന്നതും. അതേസമയം മൊണാസ്റ്റിക് സിസ്റ്റം ഓഫ് പ്രയർ എന്നുള്ളത് സന്യാസിമാർ വനാന്തരങ്ങളിലും അല്ലെങ്കിൽ ദേറാകളിലും എല്ലാം അവർ ദിവസത്തിന്റെ പല യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം കത്തീഡ്രൽ സിസ്റ്റത്തിലാണെങ്കിൽ സായാഹ്നങ്ങളിലാണ് പ്രധാനമായിട്ടും, അതുപോലെ തന്നെ രാവിലെയുമാണ് നിയതമായിട്ടുള്ള സമയങ്ങളിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതാണ് കത്തീഡ്രൽ സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തതും. അതേസമയം സന്യാസിമാരാകട്ടെ ദിവസത്തിന്റെ പല യാമങ്ങളിൽ, 7 യാമങ്ങളാണല്ലോ ഉള്ളത്, അപ്പൊ 7 യാമങ്ങളിലും അവര് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഈ പിന്നീട് മൊണാസ്റ്റിക് സിസ്റ്റവുമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. ഇപ്പൊ സന്യാസിമാര് രാത്രിയിൽ 12 മണിക്ക് പ്രാർത്ഥിച്ചിരുന്നു, രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു. ഈ 7 യാമങ്ങളിലും അവർ പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ മൊണാസ്റ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പൊ മൊണാസ്റ്റിക് സിസ്റ്റത്തിൽ വരുമ്പോ അവർക്ക് ഈ സാധാരണക്കാരുമായിട്ട് അത്രയും ബന്ധവുമില്ലായിരുന്നു. അവര് ഒരുമിച്ച് കൂടി ഒന്നുകിൽ അവരുടെ സെല്ലിലിരുന്ന് പ്രാർത്ഥിക്കും, അവര് ഒരുമിച്ച് കൂടി അവര് ആശ്രമങ്ങളിലാണ്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ഇപ്പൊ റെസ്റ്റോർ ചെയ്യപ്പെടുന്നു പറഞ്ഞ പുതിയ ടെക്സ്റ്റ് നമുക്ക് കത്തീഡ്രൽ ക്രമം ആ രീതിക്കല്ല, നമുക്ക് ഒരു ക്രമമല്ലേ ഉള്ളൂ നമ്മുടെ സഭയിൽ, അല്ലേ? അതെ അതെ, നമുക്ക് അല്ല, ഈ കത്തീഡ്രൽ ക്രമവും മൊണാസ്റ്റിക് ക്രമവും കൂടെ മേർജ് ചെയ്താണല്ലോ ഇപ്പൊ ഹുദ്ര ഉണ്ടായേക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഹുദ്രയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ റിവൈസ്ഡ് ടെസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛാ, ഒത്തിരി നന്നായിട്ട് സപ്ര റംഷാൽ അലിയെ പറ്റി ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ നന്നായി പറഞ്ഞതിന് ഒത്തിരി നന്ദിയുണ്ട്. ആദ്യം തന്നെ യാമപ്രാർത്ഥന പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മീയ ബലവും ഒരു ആത്മീയ ചൈതന്യം നൽകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നിട്ട് 2015 വന്നത്. ആ ഒരു ക്രമം ശരിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിന് വലിയ കടപ്പെട്ടിരിക്കുന്നത് NRCയോട് തന്നെയാണ് കേട്ടോ. 2 സംശയമുണ്ട്. ഒന്ന്, സാധാരണ നമ്മുടെ യാമപ്രാർത്ഥനകളിലൊക്കെ ത്രൈശുദ്ധ കീർത്തനവും കർത്തൃപ്രാർത്ഥനയും ലാക്കുമാറൊക്കെ ഉണ്ട്. പക്ഷെ വിശ്വാസ പ്രമാണം ഒരു യാമപ്രാർത്ഥനയിലും കാണുന്നില്ല. അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഒന്ന് അത്. 2, യാമശുശ്രൂഷകൾ അർപ്പിക്കുന്നതിന്റെ കാനൺ ലോയിൽ പറഞ്ഞപ്പോ കത്തീഡ്രലിലും പാരിഷിലും ഫോർമേഷൻ സെന്ററിലും ഒക്കെ ഉണ്ട്. മറ്റത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദ മീനിങ് ഓഫ് ഇറ്റ് ഷുഡ് എക്സ്പ്ലെയിൻ ടു ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആത്മായർ അർപ്പിക്കുന്നതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ അച്ഛാ? രണ്ടാമത്തെ ഒന്നുകൂടെ പറഞ്ഞേ. കത്തീഡ്രലിലും പാരീഷിലും ഫോർമേഷൻ സെന്ററിലും ഒക്കെ അർപ്പിക്കുന്നതിനെ പറ്റി കാനൺ ലോ ഉണ്ട്. മറ്റത് ദ മീനിങ് ഓഫ് ഇറ്റ് ഷുഡ് എക്സ്പ്ലെയിൻ ടു ദ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ആത്മായര് യാമശുശ്രൂഷകൾ അർപ്പിക്കണം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു പരാമർശം അങ്ങനെ ഉണ്ടോ? സഭയുടെ പ്രാർത്ഥനയാണ്, ഓഫ് കോഴ്സ് വേണം, എന്നാൽ കൂടി ഉണ്ടോ എന്ന് അറിയാനൊരു താല്പര്യമുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് വിശ്വാസ പ്രമാണം എന്നുള്ളത് ആദിമ നൂറ്റാണ്ടുകളിൽ മാമോദിസയായിട്ട് ബന്ധപ്പെട്ട ഒന്നായിരുന്നു. മാമോദിസയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പിന്നെ അത് വിശ്വാസ പ്രമാണം പിൽക്കാലത്ത് അത് കുർബാനയിലേക്കും ചേർത്തു. അതേസമയം ഈ വിശ്വാസ പ്രമാണം ചെല്ലുന്ന രീതി നമ്മുടെ ടെസ്റ്റിൽ ഇല്ലെങ്കിലും മറ്റ് അന്ത്യോക്യൻ റൈറ്റിലാണെങ്കിൽ വിശ്വാസ പ്രമാണം ചെല്ലുന്ന രീതിയുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ റംഷാൽ കഴിയുമ്പോൾ അവസാനം മഹൈമി വിശ്വാസ പ്രമാണം ചെല്ലിയാണ് അവർ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ടെസ്റ്റില് വിശ്വാസ പ്രമാണം ചേർത്തിട്ടില്ല. അതേസമയം കുർബാനയുടെ ടെസ്റ്റുകളിലും മറ്റ് പ്രാർത്ഥനകളിലും പ്രത്യേകിച്ച് മാമോദിസായിലുമാണ് വിശ്വാസ പ്രമാണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റേ രണ്ടാമത്തെ ചോദ്യം, അതായത് വൈദികര് ഒരു മേജർ ഓർഡർ, അതായത് ഈ വൈദിക ഗണം എന്നുള്ള രീതിയിൽ അവർക്ക് കാനൺ ലോ പ്രകാരം നിർബന്ധമായിട്ടും ചെല്ലണം എന്നുള്ള രീതിയിൽ. അതേസമയം അൽമായര് ഓൾ ആർ എൻകറേജ്ഡ്. അപ്പൊ ഇത് ചെല്ലാനായിട്ട് അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ പരിശ്രമിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവർക്കൊരു അവരോട് ഒരു നിർബന്ധമായിട്ട് ഇത് ചെല്ലണം എന്നുള്ള രീതിയിൽ കാനൺ ലോയിൽ പറഞ്ഞിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് നമ്മുടെ ഇൻസ്ട്രക്ഷനിലും അതുപോലെ തന്നെ കാനൺ ലോയുടെ സ്പിരിറ്റും അത് തന്നെയാണ്. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മള് യാമപ്രാർത്ഥന റെസ്റ്റോർ ചെയ്ത് വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് റെസ്റ്റോർ ചെയ്യണ്ടേ? അതായത് എൻ്റെ സംശയം എന്ന് പറയുന്നത്, നമ്മുടെ ദിനഹാകാലത്തില് 5-ാമത്തെ വെള്ളിയാഴ്ച ഗ്രീക്ക് പിതാക്കന്മാരുടെ തിരുനാളെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ഗ്രീക്ക് പിതാക്കന്മാര് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് മാർ നെസ്റ്റോറിയസും മാർ തിയഡോറും മാർ ഡിയഡോറുമാണ്. പക്ഷെ അവരുടെ പേരില്ലാതെ അവരുടെ പേരുകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുള്ള തിരുനാൾ നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ അത് ശരിക്കുള്ള റെസ്റ്റോറേഷൻ ആണോ? അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ബെഡ്ജാന്റെ ടെസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. റോമിൽ നിന്നും പ്രസിദ്ധീകരിച്ച ബെഡ്ജാന്റെ ടെസ്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞതുപോലെ അതേസമയം ഈ തൃശ്ശൂർ ഹുദ്രയാണെങ്കിൽ, ധർമ്മോയുടെ ഈ തൃശ്ശൂരിൽ നിന്ന് ഇറക്കിയ ഹുദ്രയിലാണെങ്കിൽ ഈ പറഞ്ഞ പേരുകളാണ് ഉള്ളത്. പക്ഷെ നമ്മള് ഈ റോമിൽ നിന്ന് ഇറക്കിയ ടെസ്റ്റ് ആണല്ലോ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രജിസ്ട്രേഷൻ ഒരു തടസ്സമോ അപൂർണതയോ വരുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്. അത് 2 ടെസ്റ്റുകൾ ഉള്ളത് കൊണ്ടുള്ള പ്രായോഗികമായിട്ടുള്ള, നമുക്ക് റോമിൽ നിന്ന് അപ്രൂവ് ചെയ്ത ടെസ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, അതായത് ഓരോ രൂപതയിൽ നമ്മൾ വളർന്നു വന്നതിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത വളർന്നു വന്ന ഒരാളാണ്, ഇപ്പോഴാണ്. അപ്പോൾ ഓർമ്മ വെച്ചപ്പോ മുതല് സപ്ര രാവിലെ കുർബാനയുടെ മുമ്പ് അതിന്റെ ഒരു പതിവായിട്ടുള്ളൊരു ഭാഗമായിരുന്നു.
അപ്പോൾ ഇപ്പൊ അത് ഇല്ലാതെ ഒരു മിസ്സിംഗ് ആണ്. പക്ഷെ അതൊരു പിതാക്കന്മാർക്ക്, അതായത് രൂപതകളിലെ പിതാക്കന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്ത് അത് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതോ അത് ഡിപ്പെൻഡ് ഓൺ അച്ഛന്മാരെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത്? അതാണ് എന്റെ ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ കാര്യം, അച്ഛൻ ഇപ്പോൾ തെള്ളിയിൽ, അതായത് സ്വർഗത്തിൽ പോയ തെള്ളിയിലച്ഛന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമിച്ചുകൊണ്ട് ആ അച്ഛന്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. തെള്ളിയിലച്ഛന്റെ കൂടെ നമ്മുടെ യാമപ്രാർത്ഥനയുടെ യന്താനയുടെ പാട്ടുകൾ മലയാളത്തിലേക്ക് ആക്കിയത് ഞാനും തെള്ളിയിലച്ഛനും കൂടി ആയിരുന്നു. അപ്പോൾ ആ യന്താനയാണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യന്താന അതായിരുന്നു. അപ്പൊ അച്ഛൻ റെസ്റ്റോർ ചെയ്ത കാര്യം പറഞ്ഞപ്പോ ആ അത് മാറി വേറെ ഇനി ആകുന്നതാണ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഇപ്പൊ മിക്ക പള്ളികളിലും ഈ യാമപ്രാർത്ഥന, പ്രത്യേകിച്ച് സപ്രയൊക്കെ രാവിലെ ചെല്ലുന്ന ഒരു പതിവ് കൂടുതൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അല്ലാത്തയിടത്ത് പിതാക്കന്മാരും അതുപോലെ തന്നെ അച്ഛന്മാരും എല്ലാം പരിശ്രമിച്ചത് കൂടുതൽ ഇടവകളിലേക്ക് വ്യാപിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഇങ്ങനെ ഇപ്പൊ പുതിയ ടെസ്റ്റൊക്കെ വരുമ്പോൾ അതിന്റെ പ്രാധാന്യമൊക്കെ കൂടുതൽ മനസ്സിലാകുകയും കൂടുതൽ കാറ്റഗിസം കിട്ടുന്ന വഴിയായിട്ട് ഇതിന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും. അപ്പൊ അതിന് ചെല്ലണം എന്നുള്ള ഒരു താല്പര്യമൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് എന്താണ് നമ്മൾ അത് ഇപ്പൊ ഈ പുതിയ ടെസ്റ്റ് റിവൈസ്ഡ് ടെസ്റ്റില് വരുന്നില്ല. നമ്മള് റിവൈസ്ഡ് ടെസ്റ്റില് ലലിയ സർക്കാർ അംശ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നാലാതി ശർക്കരയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റിവൈസ്ഡ് ടെസ്റ്റ് വരുന്നത്. മൈനർ ഇത് ചെറിയ മൈനർ ഇതായിട്ട് ആയിരിക്കട്ടെ. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ പല രൂപതകളിലും ഇത് പള്ളികളിൽ ഇത് ചെല്ലുന്നില്ല. അപ്പൊ അത് വീടുകളിൽ ഇത് ചെല്ലുന്നതിന് തടസ്സമുണ്ടോ? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള നിയമങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ എവിടെ കിട്ടും എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞു കൊള്ളായിരുന്നു. അതായത് വീടുകളിൽ ചെല്ലണമെന്ന് പ്രത്യേകിച്ച് ഒരു രൂപതകളും അതായത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, അത് നിയമമായിട്ട് ഇറക്കിയിട്ടില്ല. എല്ലാവരോടും ചെല്ലാനായിട്ട് ഇപ്പൊ ചില വീടുകൾ എനിക്കറിയാം, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി സൈഡിലൊക്കെ ഉള്ള ചില വീടുകളിൽ ആ ഒരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തു. അത് പൊതുവെ നമ്മുടെ അങ്ങനെയുള്ള ഒരു ചൈതന്യവും യാമപ്രാർത്ഥനയുടെ പ്രാധാന്യവും മനസ്സിലാക്കി വീടുകളിലേക്കും ഈ യാമപ്രാർത്ഥന ചൊല്ലുന്ന രീതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് സഭ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ പുതിയ ടെസ്റ്റ് നിലവിൽ വന്നില്ല. സിനഡില് ഇത് ചർച്ച ചെയ്യാമെന്ന് പ്രത്യാശിക്കുന്നു. അതിനുശേഷം സിനഡ് അപ്രൂവ് ചെയ്ത് റോമിൽ നിന്നും അംഗീകാരം കിട്ടിയതിനു ശേഷമാണ് പൊതുജനങ്ങൾക്കും പബ്ലിക്കിനായിട്ട് ഇത് കൊടുക്കുകയുള്ളൂ. അടുത്തത് അനിൽ മാനുവലിന് ചോദിക്കാം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ചോദ്യത്തിന് അച്ഛൻ ഉത്തരം പറഞ്ഞു. ഞാൻ റഷ ചെല്ലുന്ന ആളാണെന്നും അപ്പോ പുതിയ ടെക്സ്റ്റ് എന്ന് നിലവിൽ വരും എന്നുള്ള കാര്യമായിരുന്നു എനിക്ക് ഒന്നാമത് ചോദിക്കാനുണ്ടായിരുന്നത്. അച്ഛൻ ഉത്തരം പറഞ്ഞു, ഇനിയും കുറെ കൂടെ താമസം ഉണ്ടാവുന്ന കാര്യം അച്ഛൻ പറഞ്ഞു. രണ്ടാമത് ഈ കത്തീഡ്രൽ പാരമ്പര്യവും ദേറ പാരമ്പര്യവും കൂടെ ചേർന്നതാണ് ഹുദ്ര എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അപ്പം ഹുദ്രയില് ഈ 3 നേരത്തെ നമസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ? ഹുദ്രയില് 3 നേരത്തെ അല്ല, കാലാതി ശഹറയുണ്ട്. പിന്നെ മൈനർ ഓർഡേഴ്സിനെ കുറിച്ചും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് 7 യാമങ്ങളെ കുറിച്ചും ഉള്ളത് ഇതിനകത്തുണ്ട്. അതിൽ നിന്നാണല്ലോ ഈ പ്രാർത്ഥനകളെല്ലാം രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അപ്പൊ 7 നേരത്തെ പ്രാർത്ഥനകളും ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ആ ഒരു അതായത് ഈ 9 മണിക്കുള്ള ഒരു ശുഭ എന്നുള്ള പ്രാർത്ഥന അത് നിന്നുപോയി. അതിന് പകരമായിട്ടാണ് നമ്മളിപ്പോ ലലിയ ആ സമയത്ത് ചെല്ലുന്നത് 9 മണിക്ക്. പിന്നെ വൈകിട്ട് 3 മണിക്ക് ഇത് ബെഷായിൻ അഥവാ മൂലിനച്ഛന്റെ പുസ്തകത്തിൽ കിടക്കുന്ന തേശ എന്നാണ്. അതും നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഹുദ്രായി തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ ശുഭ ഇപ്പൊ അത് നിലവില് ചെല്ലുന്നില്ല. പക്ഷേ ഈ തിരുനാളുകളിലൊക്കെ ഈ ശുഭ ചൊല്ലിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ സൂയാക്കെ എന്നുള്ള ഘടകം വരുന്നത്. അതായത് റംഷായി
ഈ 9 മണിക്കത്തെ പ്രാർത്ഥനയായ വൈകിട്ട് 9 മണിക്കത്തെ പ്രാർത്ഥനയായ ശുഭായും കൂടെ കണക്ട് ചെയ്യുന്ന സുയാക്കെ വന്നുകൊണ്ടിരുന്നത്. താങ്ക് യു അച്ഛോ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് 2 സംശയമാണുള്ളത്. ഒന്ന്, ലാറ്റിൻ ലിറ്റി ഓഫ് അവേഴ്സും നമ്മുടെ യാമപ്രാർത്ഥനയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എങ്ങനെയാണ്? അതിന്റെ ടെക്സ്റ്റുകൾ വലിയ വ്യത്യാസമുണ്ടോ? പ്രത്യേകിച്ച് കർത്തൂസിയൻ ഓർഡേഴ്സ് അവർക്കും ഇതുപോലെ ലിറ്റർജി ഓഫ് അവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മേജർ ഡിഫറൻസ് എന്തായിരിക്കും? രണ്ടാമത്തത്, നമ്മുടെ യാമപ്രാർത്ഥനയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടോ? കിട്ടുമോ? നമ്മുടെ യാമപ്രാർത്ഥനയുടെ ഇപ്പോഴേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇവിടെ മൗണ്ട് സെന്റ് തോമസിലെ ലിറ്റററി കമ്മീഷന്റെ ഓഫീസിൽ അത് അവൈലബിളും ആണ്. പിന്നെ ലാറ്റിൻ യാമപ്രാർത്ഥനയും ഈ ഓറിയന്റൽ യാമപ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓരോ ലിറ്റർജിയും, അതായത് അവരുടെ ഡിപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ഡിഫറെന്റ് വേസിലാണല്ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും ഇപ്പൊ ഒനീസ ദക്തം, ഒനീസാദ് വാക്കർ, ഒനീസ റംഷ അങ്ങനെയുള്ള രീതിയിലല്ലല്ലോ അവരുടെ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ. അവരുടെ വേറെ സങ്കീർത്തനങ്ങൾ എല്ലാം കോമൺ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഘടനയിൽ അല്പം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനകളെല്ലാം കാലത്തിന്റെ ചൈതന്യവുമായിട്ട് ടെമ്പറൽ സൈക്കിളുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഇതിന്റെ പ്രാർത്ഥനകൾ, ഈ റംഷയിലെ എല്ലാ പ്രാർത്ഥനകളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു വ്യത്യാസമാണ്. അവരുടെ ടെമ്പറൽ സൈക്കിളിനേക്കാളും അവരുടെ ലിറ്റർജി സാങ്ക്ച്വൽ സൈക്കിളുമായിട്ട് ബന്ധിപ്പിച്ചാണ് അവരുടെ ലിറ്റർജിയും വരുന്നത്. എനിക്ക് പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് താങ്ക് യു ഫ്രാൻസിച്ച. എല്ലാം നന്നായിട്ട് ഉള്ള സമയത്ത് എല്ലാം വിശദീകരിച്ച് പറയാനായിട്ട്. എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നത് ഇതായിരുന്നു, അച്ഛൻ പറഞ്ഞത് തന്നെ. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ യാമപ്രാർത്ഥനകള് അത് നമ്മൾ പഠിക്കാനായിട്ടുള്ള അവസരമൊക്കെ ലഭിച്ചു, വർക്ക് ചെയ്യാനായിട്ടൊക്കെ അവസരം ലഭിച്ചപ്പോഴും അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് സോ റിച്ച്, തിയോളജിക്കലി സോ റിച്ച് ആണ്. പിന്നെ വെറൈറ്റി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉനീഷാദ് റംഷ, ഉനീഷാദ് ലിലിയ, ഉനീഷാദ് അബ്ര 365 ദിവസത്തേക്ക് നമുക്കുണ്ട്. ആ ദിവസത്തിന്റെ പ്രാധാന്യമൊക്കെ നമ്മളെ അങ്ങോട്ട് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു തിരുനാളാണെങ്കിൽ തിരുനാളിന്റെ അർത്ഥവും ആഴവും എല്ലാം നമുക്ക് ലഭിക്കും. നമ്മൾ ഈ യാമപ്രാർത്ഥന എല്ലാം മതി. അങ്ങനെ ഒരു റിച്ച് വെറൈറ്റിയിലുള്ള യാമപ്രാർത്ഥനയാണ് നമ്മുടേത്. അത് നമ്മള് വൈദികരും സമർപ്പിതരും, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ പ്രയർ ഓഫ് ദി ചർച്ച്. അപ്പൊ എല്ലാവരും ചെല്ലണം. ഇടയ്ക്ക് ആദ്യം ഒരു ചോദ്യം ചോദിച്ചപ്പം ഇങ്ങനെ ഒരു വിശ്വാസ പ്രമാണത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഫ്രാൻസിസ് എനിക്കും തോന്നി ഇതായിരുന്നു. അതായത് കുർബാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊക്ലമേഷൻ ആൻഡ് ദ സെലിബ്രേഷൻ ഓഫ് എ ഫെയ്ത്ത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ്. ഇത് ഡിവൈൻ പ്രൈസ് ആണ്. സ്വർഗത്തിലെ മാലാഖാമനെ അനവരതം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രൈസിൽ നമ്മളോട് ചേർന്ന് പ്രൈസ്. അപ്പൊ ഇവിടെ നമുക്ക് സാംസ് ആൻഡ് പ്രൈസസ് ആണ് കൂടുതൽ നമ്മൾ സെൻട്രാലിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നു വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. പക്ഷെ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, അച്ഛൻ എല്ലാം തന്നെ വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ വെറൈറ്റിയും അതിന്റെ ആ ഡേറ്റ് അതും എല്ലാം ഉണ്ട്. അധികം താമസിക്കാതെ അത് നമുക്ക് അംഗീകരിച്ച് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ സഭയ്ക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൂ. ഇങ്ങനൊരു സ്റ്റഡി എല്ലാവർക്കും കൂടി ലഭിക്കാനായിട്ട് ഇടയാക്കിയതിന് ഒത്തിരി സന്തോഷവും നന്ദി അറിയിക്കുന്നു ഫ്രാൻസിസിനും പിന്നെ സംഘടിപ്പിച്ച അച്ഛന്മാരെ നമ്മുടെ നല്ല തന്നെ റിസർച്ച് സെന്ററിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം, നന്ദി പിതാവേ. നമ്മുടെ വെബിനാർ സമാപിക്കുകയാണ്. നന്ദി പറയാനായിട്ട് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മോന്നിയലേച്ചനെ ക്ഷണിക്കുന്നു. അഭിനന്ദി പിതാവേ, പിട്ടാപ്പള്ളിയച്ച, ഈ വെബിനാർ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ, വൈദികരെ, സിസ്റ്റേഴ്സ്, ഈ ഭക്താഭ്യാസങ്ങളുടെ കുത്തൊഴുക്കില് യാമപ്രാർത്ഥനകള് സന്യാസത്തിൽ നിന്ന് പോലും മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം കുറേയും കൂടിയൊക്കെ നമ്മുടെ സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും ഒക്കെ അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിന്റെ ചൈതന്യം എന്താണെന്ന് വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിലെ യാമപ്രാർത്ഥനകളാണ്. അത് മനസ്സിലാക്കാതെ വരുമ്പോൾ കാലഘട്ടവും ജീവിതവുമായിട്ട് ചേരാതെ പോകും. അപ്പൊ അതുകൊണ്ട് ഈ യാമപ്രാർത്ഥനയുടെ പഠനം ഇനിയും നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു ആമുഖം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പിട്ടാപ്പള്ളിയച്ഛൻ്റെ ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടു. അപ്പോൾ അച്ഛന് നമുക്കറിയാവുന്നതുപോലെ ലിറ്ററേച്ചർ കമ്മീഷന്റെ സെക്രട്ടറിയാണ്.
അതുകൊണ്ട് ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അഭിയന്ന് പിതാവ് ഇതിനകത്ത് വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ എന്തുകൊണ്ടില്ലായിരുന്നു തോന്നുന്നു. അതേസമയം ബാക്കി എല്ലാ സമയങ്ങളിലുമൊക്കെ പിതാവ് വരികയും ആവശ്യമായ വിശദീകരണങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ വിശദീകരണങ്ങളൊക്കെ നൽകുമ്പോൾ അത് വളരെയധികം സമ്പന്നമാക്കുന്നുണ്ട് നമ്മുടെ സെമിനാറിനെ. അതുകൊണ്ട് അഭിയന്ന് പിതാവിനും അതുപോലെ തന്നെ ഇത് സംഘടിപ്പിക്കുന്ന NRCക്ക് വളരെയധികം അഭിനന്ദനം. കാരണം ഈ ഒരു പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാകാനായിട്ടുണ്ടാകുന്ന പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഇത് സംഘടിപ്പിച്ചവരുടെയും പങ്കെടുത്തവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി.